ഭാഗങ്ങളിൽ നിന്നും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പുലികൾ വന്നു ചേർന്നു. എനിക്ക് തോന്നുന്നു ചിലവർക്ക് പുലിക്കളിയാണ് പ്രാധാന്യം, ചിലവർക്ക് സുരേഷ് ഗോപിയാണ് പ്രാധാന്യം. അതാ തീർച്ചയായും. പക്ഷെ തൃശ്ശൂർക്കാർക്ക് പുലികളി കഴിഞ്ഞു, അല്ലെങ്കിൽ പൂരവും പുലികളിയും കഴിഞ്ഞിട്ടേ ഉള്ളൂ തൃശ്ശൂർക്കാർക്ക്. ബനീഷ്, ഈ ഒരു സ്വരാജ് റൗണ്ടിൽ സുരേഷ് ഗോപി കിട്ടുന്നതിനേക്കാളും ഒരു ആവേശം അല്ലെങ്കിൽ ഒരു സ്വീകരണം പുലിക്കുണ്ട്. 51 പുലിക്കുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. 51 പുലികൾ, അതിൽ നമ്മൾ നേരത്തെയും കണ്ടു സീതാറാം മില്ലിലുള്ള ഒരു പെൺപുലി അടക്കമുണ്ട്. അതേപോലെ ശങ്കരൻകുളങ്ങരയിലാണെങ്കിൽ ഒരു കുട്ടിപ്പുലിയുമുണ്ട്, 4 വയസ്സുകാരി, 4 വയസ്സുള്ള ഒരു കുട്ടിപ്പുലിയുമുണ്ട്. അങ്ങനെ തിമിർക്കുകയാണ്. ഇവിടെ വലിയ രീതിയിൽ ആരവങ്ങളും ഉയരുന്നുണ്ട്. വലിയ രീതിയിൽ മികച്ച രീതിയിൽ ഈ ഒരു പുലികളി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യമയങ്ങിയ ഒരു നേരമായിട്ടും ഇവിടെ നല്ല രീതിയിൽ പുലികളിലെല്ലാം പുരോഗമിക്കുന്നുണ്ട്. വലിയൊരു ജനപിന്തുണയുമുണ്ട്. ബനേഷ്, ഇപ്പോൾ സുരേഷ് ഗോപി ഒരു VIP ലോഞ്ചിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അതായത് ഇവിടെ VIPകൾക്ക് വേണ്ടി കൃത്യമായി സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിലേക്ക് സുരേഷ് ഗോപി കയറിയിരിക്കുകയാണ്. ഇനിയും ഇവിടെ വിവിധ ദേശക്കാർ ഇവിടെ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ ഈ വഴിയിലൂടെ കടന്നു പോകാനുണ്ട്. ഇപ്പോൾ സീതാറാം മില്ലും ശങ്കരൻകുളങ്ങരയുമാണ് ഈ ഒരു റൗണ്ട് കീഴടക്കി റൗണ്ടിനെ വലിയ തരത്തിൽ ജനങ്ങളെ, തൃശ്ശൂരുകാരെ, വിവിധ ഇടങ്ങളിൽ നിന്ന് പൂരം കാണാനെത്തിയിട്ടുള്ള, പുലിക്കളി കാണാനെത്തിയിട്ടുള്ള ആൾക്കാരെ ആവേശഭരിതമായി കടന്നുപോയിട്ടുള്ളത്. ഇനിയും കാനാട്ടുകര ദേശം, ചാക്കുമുക്ക് ദേശം എന്നിവ ഇതിലേക്കൂടെ കടന്നു പോകാറുണ്ട്. അതിന് കാണിയാവാനാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇവിടെ എത്തിയിട്ടുള്ളത്. സുരേഷ് ഗോപി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ആ വേദിയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പല ആൾക്കാർ, പല വിധത്തിലുള്ള VIPകൾ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷേ പുലിക്കളിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതൊന്നുമല്ല വിഷയം, മറിച്ച് അവരുടെ വിഷയം എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേക നൃത്ത ചുവടുകളുണ്ട്. ആ നൃത്ത ചുവടുകൾ തീർക്കുക, കൃത്യമായും ഒരു ഇവിടെ മാർക്കിടാൻ, അതായത് ഇതിന് സമ്മാനം മികച്ച പുലിക്ക്, മികച്ച ദേശത്തിന്, മികച്ച ചമയം എഴുത്തിന് ഒക്കെ നല്ല അച്ചടക്കമുള്ള സംഘത്തിന് അങ്ങനെ എല്ലാത്തിനും മാർക്കുണ്ട്. അതായത് നമ്മളിങ്ങനെ ഇത് ആവേശോജ്വലമായി ഇതിനെ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ഇതിനെ സ്വീകരിക്കുന്നു. പക്ഷേ പുലിക്കളി സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക ലോഞ്ചിൽ അവർക്ക് ജഡ്ജസ് ഇരുന്ന് മാർക്കിടുന്നുണ്ട്. അതിന് ആ സമയം എത്തുമ്പോൾ തന്നെ അവർ കൃത്യമായ ആ ഒരു പുലിക്കളിയുടേതായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു ഭാവവും കൈക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ചുവടുകൾ തീർത്തുകൊണ്ട് അവർ ഈ മാർക്കിടലിനും വിധേയമാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഇവിടെ നടുവിലാണ് ഈ മാർക്കിടുന്ന കേന്ദ്രം. ഈ അച്ചടക്കത്തിനുള്ള ഒരു മാർക്കിടുന്നത് കേരള പോലീസാണ്. പിന്നെ കേരള ലളിതകലാ അക്കാദമിയുടെ ആൾക്കാരും അധികൃതരും കൂടിയാണ് ഈ ഒരു പുലിക്ക് മാർക്കിടുന്നത്, ദേശത്തിന് മാർക്കിടുന്നത്. ഇത് വെറുതെ ഒന്ന് പുലി ആടി പോകുന്നതല്ല, മറിച്ച് ഇത് കൃത്യമായ മത്സരം തന്നെയാണ്, മത്സര ബുദ്ധി തന്നെയാണ്. ഇവിടെ കുറച്ച് ആൾക്കാർക്ക് എങ്ങനെയാ ആവേശമാണ്. ഏത് ദേശത്ത് വരുന്നവർ? കോഴിക്കോട് നിന്ന് ഇവിടെ എത്തിയിട്ടുള്ള കുറച്ച് ആൾക്കാർ. കോഴിക്കോട് നമ്മുടെ ഇവിടെ പല ദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ ഈ കടന്നു പോകുന്ന, ഈ സ്വരാജ് റൗണ്ടിലൂടെ കടന്നു പോകുന്ന ദേശക്കാരെ, പുലികളെ ഇങ്ങനെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. കോഴിക്കോട് നിന്ന് എത്തിയിട്ടുള്ള, കോഴിക്കോടൊക്കെ ചെറിയ സ്ഥലം, ഇവിടെ ദുബായിൽ നിന്ന് എത്തിയ ആൾക്കാരുണ്ട്. ഇവർ കോഴിക്കോടുകാരുടെ ഒരു തരത്തിൽ ആവേശോജ്വലമായി തന്നെ ഇതിനെ സ്വീകരിക്കുന്നു. എന്തായാലും നമുക്ക് ഇനിയും ഇവിടെ കാനാട്ടുകരയാണ്. മേഘ്ന, ഇപ്പോൾ നമ്മൾക്ക് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ഇതിന് സമാനമായ രീതിയിൽ വലിയ ആവേശം ഈ പൂരനഗരിയിൽ നിന്ന്, പുലിനഗരിയിൽ നിന്ന്, പുലിക്കളി നഗരിയിൽ നിന്ന് ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. അവിടെ തലയെടുപ്പോടുകൂടി സുരേഷ് ഗോപി വന്നിരിക്കുന്നതിലേക്ക് മാധ്യമങ്ങളുടെ ക്യാമറ തിരിച്ചതുകൊണ്ടാണ് അതിലേക്ക് അല്പനേരം പോകേണ്ടി വന്നത്. വാസ്തവത്തിൽ പുലികളിയിൽ രാജാക്കന്മാരും പ്രജകളും എന്ന ഒരു വ്യത്യാസമില്ല. പുലികളിയിൽ പുലികൾ മാത്രമേയുള്ളൂ. തെരുവാണ് പുലികളുടെ വിഹാര കേന്ദ്രം. അത് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന സാധാരണക്കാരാണ് പുലികളുടെ കാഴ്ചക്കാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് പുലികളി എന്ന് പറയുന്നത് ഏറ്റവും ജനകീയമായ, ഏറ്റവും സാധാരണക്കാരുടേത് മാത്രമായ കലയാണ്. അവിടെ VIP ലോഞ്ചെന്നോ മറ്റോ ഉള്ള വ്യത്യാസങ്ങളില്ല. കാണാൻ വേണ്ടി വന്നിരിക്കുന്നവർ ഒരുമിച്ച് ഒരു ജനസഞ്ചയമായി ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ് പുലികളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നന്ദകിഷോർ ചാക്യാറിൻ്റെ ഒപ്പം ഇപ്പോൾ ഞങ്ങളുടെ കേരള വിഷൻ ന്യൂസിൻ്റെ ടീം അംഗങ്ങൾ അവിടെയുണ്ട്. ആന്റണിയിലേക്ക് പോകുന്നു. ആന്റണി,
തീർച്ചയായിട്ടും ബനേഷ്, ആവേശത്തിന് ഒട്ടും കുറവില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഞങ്ങൾ ഉള്ളത് പാറമേക്കാവിലാണ്. പാറമേക്കാവിലെ ദൃശ്യങ്ങൾ കാണാമെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒപ്പം എൻ്റെ സീനിയർ പുലി നമ്മുടെ നിബിൻ നവാസും ഉണ്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഈ പുലിക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു പുലിക്കൂട്ടം ഇവിടെ നിന്ന് പുലിപടയും തീർത്ത് അത് പോയത് വിയൂർ യുവസമാജത്തിൻ്റെ ആ ഒരു ദൃശ്യം അതൊന്ന് കണ്ടു നോക്കൂ. അതാ ജിഷ്ണു, അത് അങ്ങോട്ട് നോക്കൂ. പോലീസിലെ പുപ്പുലികൾ വേറെ ഏതോ ഒരു പുലി എവിടെയോ നിന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ആ പുലിനെ തൂക്കിയെടുത്തുകൊണ്ട് പോണ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇങ്ങനെയും ചില എന്താണ് പുലികളുണ്ട് ഇതിന്റെ ഇടയിൽ എന്നുള്ളതാണ്. ഇവിടെ വായിക്കില്ല എന്നാണ് പോലീസ് അതിനാണ് പോലീസ് പുലികൾ ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രമസമാധാനം ഇരുട്ട് പുലികൾ എന്നൊക്കെ നമ്മൾക്ക് വിശേഷിപ്പിക്കാം. നിബിൻ, ഒപ്പം തന്നെ നന്ദകിഷോർ ചാക്യാറിനോട് കൂടി നമ്മൾക്ക് ഈ നിമിഷം ചോദിക്കാനുണ്ട്. തൃശ്ശൂർ നഗരത്തിന്റെ എല്ലാ വൈബും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർക്ക് പങ്കുവെക്കാൻ കഴിയുന്ന അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് നന്ദകിഷോർ ചാക്യാർ. ബനേഷ്, നന്ദകിഷോർ ചാക്യാർ ഇപ്പോൾ നമ്മുടെ ഒപ്പമില്ല. അദ്ദേഹം അല്പസമയം വിശ്രമത്തിലാണ് നിലവിലുള്ളത്. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നമുക്ക് ഉടനെ പോകാൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഏതായാലും നമ്മളിപ്പോൾ ഉള്ളത് ഒരു പുലിക്കൂട്ടത്തിന്റെ നടുവിലാണ്. വിയൂർ ദേശത്തിന്റെ പുലിസംഘം ഇതാ കടന്നു വരികയാണ്. അത് ആദ്യം ഒരു പുലിസംഘം പോയപ്പോഴുണ്ടായിരുന്ന ആ ഒരു ആവേശം ഒന്ന് തണുത്തു. ഇപ്പോൾ ഇതാ അടുത്ത സംഘം വരുമ്പോൾ ആ ആവേശം കൂടുതൽ വേഗത്തിലാവുകയാണ്, കൂടുതൽ ഉയരത്തിലാവുകയാണ്. അതാ കടന്നു വരികയാണ്. ആ പുലിസംഘം ഇതാ കടന്നു വരുന്നു. കണ്ണിൽ LED ലൈറ്റിട്ട് വളരെ വ്യത്യസ്തമായ ഓരോ മാസം ഇപ്പം നമ്മൾ കഴിഞ്ഞ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിലൊക്കെ കാണുന്നത് പോലെ LED കുടകളും ഓരോ കാലത്തിനനുസരിച്ച് കുടകളും ഒക്കെ മാറുന്നത് പോലെ ഈ പുലിമുഖങ്ങളിലും പുലിയുടെ വേഷങ്ങളിലും പുലിയുടെ നിറങ്ങളിലും ഒക്കെ മാറ്റം വരുന്നു.